ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിന്റെ വേലയ്ക്കായി ധാരാളമായി കൊടുക്കുന്ന അനേക പ്രിയപ്പെട്ടവർ നമുക്കുണ്ട്. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ സഭ ധാരാളമായി അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ സഹായിക്കുന്നവരും അവരെ കരുതുന്നവരുമാണെന്നുള്ളത് നമുക്കറിയാം. ഞാനൊരു വാക്യം വായിക്കട്ടെ. 2 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം നമുക്ക് വളരെ പരിചിതമായ ഒരു വാക്യമാണ്. 2 കൊരിന്ത്യർ 9:7. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു, നിർബന്ധത്താലും അരുത്. എന്താണ് ഈ വാക്യം വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട്, ഹൃദയത്തിലോട്ട് കടന്നു വരുന്നത്? ഉത്തരം പറയണമെന്നില്ല. സന്തോഷത്തോടെ കൊടുക്കുന്നത്. എന്താണ് കൊടുക്കേണ്ടത്? നാം ഇത് വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് കടന്നു വരുന്ന ഒരു ചിന്ത നമ്മുടെ പോക്കറ്റിൽ നിന്ന്, നമ്മുടെ പ്രവർത്തനങ്ങളെ സഹായിക്കാനായി അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെ നാം ധാരാളമായി കൊടുക്കുന്നവരാണ്. സത്യം. കഴിഞ്ഞ ആഴ്ച എനിക്ക് വരാൻ സാധിച്ചില്ല. ഞാനിവിടെ നാട്ടിൽ ഇപ്പോൾ ഇത്തവണ വന്നിട്ട് 2 മാസത്തിൽ കൂടുതലായി. ഞാൻ ജനുവരി അവസാനം വന്നതാണ്. ശാരീരികമായ നല്ല സുഖമില്ലായിരുന്നു. പല ചെറിയ മെഡിക്കൽ ഒരു ട്രീറ്റ്മെന്റും ഉണ്ടായിരുന്നു. അല്പമായ ആശ്വാസം കിട്ടി. ഇപ്പോൾ കാലം മുമ്പോട്ട് വരുന്നു. വചന ശുശ്രൂഷ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഇന്ന് നമ്മൾ വചന ശുശ്രൂഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേകം പ്രാർത്ഥിക്കണം. ശാരീരികമായി അത്ര ഫിറ്റല്ല, എന്നാലും മുമ്പോട്ട് പോകുന്നു. ദൈവം നമ്മെ സഹായിക്കും. ഇന്ന് നമുക്ക് ഒന്നിച്ച് ചിന്തിപ്പാനായിട്ട് എൻ്റെ മനസ്സിലോട്ട് വന്നിട്ടുള്ള ഒരു ഭാഗമുണ്ട്. 3 ചെറിയ ചിന്തകൾ, 3 ചെറിയ കാര്യങ്ങൾ. വചനത്തിലുള്ള 3 little things, 3 ചെറിയ ചെറിയ കാര്യങ്ങൾ. നമുക്ക് അവയൊന്ന് പെട്ടെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം നമുക്ക് വായിക്കാം. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. എ ലിറ്റിൽ ലോവർ ദാൻ ഏഞ്ചൽസ്, അല്പം ഒരു താഴ്ച വന്ന യേശു. തുടർന്ന് നമുക്ക് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ ഒരു വാക്യം വായിക്കും. Matthew chapter 26 verses 26-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ നമുക്ക് വായിക്കാം. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ. എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. മതി. ഇവിടെ നാം വായിക്കുന്നത് എ ലിറ്റിൽ ഫാദർ, അല്പം മുമ്പോട്ട് പോയി. നേരത്തെ നാം വായിച്ചു ദൂതന്മാരിലേക്കാളും അല്പം ഒരു താഴ്ച വന്നു. ഇവിടെ വായിച്ചത്
അല്പം മുൻപോട്ട് പോയി, എ ലിറ്റിൽ ഫാർദർ. വീണ്ടും നമുക്ക് ഒരു വാക്യം കൂടെ വായിക്കാം. അധികം വാക്യങ്ങളിൽ ഇതോടെ അവസാനിക്കുന്നു. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 35-ാം വാക്യം കൂടെ വായിക്കാം. 35 മുതൽ താഴോട്ട്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഓക്കെ, എന്നാൽ അത് വായിക്കണമെന്നില്ല. ഇവിടെ ഇവിടെ നാം വായിക്കുന്നത് ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട്, യെറ്റ് എ ലിറ്റിൽ വൈൽ. ഈ 3 ചെറിയ ചെറിയ കാര്യങ്ങൾ എന്നാണ് ഇവിടെ പറയുന്നത്. ലിറ്റിൽ 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 ലോവർ ദാൻ ഏഞ്ചൽസ്, ദൂതന്മാരെക്കാൾ അല്പം താഴ്ച. ലിറ്റിൽ ഫാർദർ, അല്പം കൂടെ മുമ്പോട്ട് പോയി. ഒടുവിലായി നാം വായിച്ച വാക്യത്തില് നാം വായിക്കുന്നത് ഇനിയും അല്പകാലം കൂടെ കഴിഞ്ഞു, ആഫ്റ്റർ എ ലിറ്റിൽ വൈൽ. ഈ 3 ചെറിയ കാര്യങ്ങളെ പോലെയാണ് നമുക്കിവിടെ എഴുതപ്പെട്ടിട്ടുള്ളതെങ്കിലും അതിൽ കൂടെ എല്ലാം വലിയ സത്യങ്ങളാണ് ദൈവാത്മാവ് നമ്മോട് വിളിച്ചു പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഈ ലോകത്തിന്റെ ജീവിത കാലത്ത് അനേക സംഭവങ്ങൾ നാം വായിക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ കൂടെ. കർത്താവ് അവന് വിശന്നു, അവന് ദാഹിച്ചു, അവൻ ദേവാലയത്തിൽ ചെന്നപ്പോൾ അവൻ കോപിച്ചു. അതുപോലെ തന്നെ അവൻ വ്യാകുലപ്പെട്ടവനായി കാണുന്നു, വറയില്ല. ഇങ്ങനെ മാനുഷികമായ എല്ലാ അവസ്ഥകളിൽ കൂടെയും അവൻ കടന്നുപോയതായിട്ട് നാം വായിക്കുന്നുണ്ട്. എന്നാൽ 2 പ്രത്യേക അവസരങ്ങളിൽ കർത്താവ് കരഞ്ഞതായിട്ട് നമുക്കറിയാം, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് നമുക്കെല്ലാവർക്കും പരിചയമുള്ളൊരു ഭാഗമാണ്, 2 നിങ്ങൾക്കറിയാവുന്ന തന്നെയാണ്. ഒന്ന് വളരെ പ്രസിദ്ധമായ ഒരു വാക്യം, യോഹന്നാൻ 11-ാം അധ്യായത്തില് തന്റെ സ്നേഹിതനായ ലാസറിന്റെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ അവിടെ നാം വായിക്കുന്നത് യേശു കണ്ണുനീർ വാർത്തു എന്നാണ്. അത് കൂടാതെ ഒരു ഭാഗം കൂടി ഉണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. ലൂക്കോസിന് ശേഷം 19-ാം അധ്യായത്തിന്റെ 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. അവൻ നഗരത്തിന് സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. മതി. ഈ 2 ഭാഗങ്ങളിലാണ് കർത്താവ് കരഞ്ഞു എന്ന് നാം വായിക്കുന്നത്. എബ്രായ ലേഖനത്തിലെ 5-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തില് അവൻ അഭയയാചന കഴിച്ചു, പ്രാർത്ഥിച്ചു എന്നുള്ള അത് ഞാൻ മറക്കുന്നില്ല. എന്നാൽ തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് രേഖപ്പെടുത്തി കിട്ടിയിട്ടുള്ള 2 ഭാഗങ്ങൾ ഇതൊക്കെയാണ്. 2 ഭാഗങ്ങൾ ഇതാണ്. പ്രത്യേകമായി ഞാനിത് പറഞ്ഞത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ സാക്ഷാൽ മനുഷ്യനായിരുന്നു. അവൻ ദൈവപുത്രനായിരുന്നപ്പോൾ തന്നെ അവൻ മനുഷ്യനായിരുന്നു. നമ്മോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നാം ആരാധനയോ ചിന്തിക്കുന്ന വാക്യങ്ങൾ അതാണ്. അവൻ ദൈവമായിരിക്കും. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണം എന്ന് വിചാരിക്കാതെ ദാസവേഷമെടുത്ത് മനുഷ്യനായി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ന്നു. ഇങ്ങനെ അവനെ താഴണമെങ്കിൽ തീർച്ചയായും അവൻ ദൂതന്മാരെക്കാളും താഴ്ച സംഭവിക്കുന്നതായിരുന്നു. എ ലിറ്റിൽ ലോവർ ദാൻ ദി ഏഞ്ചൽസ്. അവൻ ഓർത്തു നോക്കുക, അവൻ ആരായിരുന്നു? നാം കൊലോസ്യ ലേഖനത്തിന്റെ 1-ാം അധ്യായത്തിന്റെ ആ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ഇത് മുഴുവനും നാം ആ വാക്യം ഒന്ന് പെട്ടെന്ന് വായിക്കാം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങളൊന്ന് വായിച്ചവന്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും
സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മതി മതി. അപ്പോസ്തലനായ പൗലോസ് അവിടെ തന്റെ ബുദ്ധിക്ക് കൊള്ളാവുന്ന എല്ലാ വാക്കുകളും അവിടെ ഉപയോഗിച്ചിരിക്കുക. വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, അങ്ങനെ പറഞ്ഞിട്ട് ഇതിലെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവനാണ് ഇത് മുഴുവനും, ഈ കാണുന്നത് മുഴുവനും അവന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവനെയാണ് ദൈവം നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചത്. ഓർത്ത് നോക്കുക, നാം അപ്പോൾ എത്രയോ ധന്യരാണ്. നാം പ്രാപികളും ദ്രോഹികളുമായി ജീവിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന കാലത്ത് ദൈവത്തിന്റെ ആ മഹാസ്നേഹത്താൽ നാം ആകർഷിക്കപ്പെട്ടിട്ട് തന്റെ പുത്രനിൽ കൂടെ നമ്മെ അവൻ സ്നേഹിച്ചപ്പോൾ നമ്മുടെ സമചിത്താവനിയിലായി തീരുവാൻ അവൻ ഈ ഭൂമിയിൽ ജീവിച്ചു. അതെത്രയോ മനോഹരമായ ചിന്തയാണ്. രാവിലെ നാം നമ്മുടെ ആരാധനയിൽ ചിന്തിച്ചത് അത് തന്നെയാണ്. ദൈവം മനുഷ്യനായി ഭൂമിയിൽ. അതെത്രയോ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ആലോചനകൾക്കും നമ്മുടെ സീമാമണ്ഡലങ്ങൾക്കെല്ലാം അപ്പുറത്ത് ദൈവം, ഇതിനെല്ലാം സൃഷ്ടിച്ചവനായ ദൈവപുത്രൻ, അല്ലെങ്കിൽ അതിനൊക്കെ ഭാഗമായിരുന്ന ദൈവപുത്രൻ, അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. അവൻ വന്നപ്പോഴാകട്ടെ അവൻ ദൂതന്മാരിലേക്കാളും അല്പം ഒരു താഴ്ച വേണ്ടിയിരുന്നു. കാരണം അവന് മനുഷ്യനായി ജീവിച്ചുവെങ്കിൽ മനുഷ്യനായി തന്നെ നമുക്ക് വേണ്ടി കഷ്ടങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കും. അപ്പോഴാണ് നാം വായിച്ചത്, അവൻ വിലപിച്ചു, അവൻ കരഞ്ഞു. നാം കരച്ചിൽ എന്ന് പറഞ്ഞത് നാം ഒരു ബലഹീനതയാണ് നാം കാണുന്നത്. നാം കരയുമ്പോൾ നാം ബലഹീനരായി തീരുമ്പോഴാണ് നാം കരയുന്നതെന്നാണ് തോന്നുന്നത്. നാം കുട്ടികളോട് പറയും കരയരുതെന്ന് പറയും. അപ്പോ കരച്ചിലിനോട് ബന്ധത്തിൽ നമ്മുടെ ചിന്ത വരുന്നത് ബലഹീനമായ ഒരവസ്ഥയാണ്. എന്നാൽ നാം ഈ രണ്ട് ഭാഗത്തും, കർത്താവിലൂടെ കരഞ്ഞ ഭാഗത്ത് നാം ചിന്തിച്ചാൽ അവന്റെ മഹത്വത്തെയാണ് അവിടെ കണ്ടത്. ലാസറിന്റെ കല്ലറയ്ക്ക് അവൻ കരഞ്ഞു. പിന്നീട് എന്താ സംഭവിച്ചത്? മരിച്ചവരാശനെ പുറത്തെടുക്കുവാൻ, പുറത്തു കൊണ്ടുവരത്തക്കവണ്ണം അത്രയും വലിയ ശക്തിയാണ് കർത്താവിന്റെ കൂടെ പ്രവർത്തിച്ചത്. അപ്പോൾ അവൻ ബലഹീനായതാണോ അവൻ കരയാൻ കാര്യം? അല്ല, അവൻ നമുക്ക് വേണ്ടി ബലഹീനായി തീർന്നതാണ്. അതാണ് നാം ചിന്തിക്കേണ്ട ചിന്ത. സർവസൃഷ്ടിയെയും ഉടയവനായ കർത്താവ്, കൊലോസ്യലേഖനം പറയുന്നത് അങ്ങനെയാണ്. എല്ലാം അവനായും അവന് വേണ്ടിയും അവനുമാണ് സൃഷ്ടിച്ചത്. ആ അവനാണ് ഇവിടെ കരഞ്ഞു എന്ന് പറയുന്നത്. അങ്ങനെ അവൻ കരയണമെങ്കിൽ അവൻ മനുഷ്യനോയി ചിന്തിക്കേണ്ടതാണ്. അവിടെയാണ് നാം വായിച്ചത്, he became a little lower than angels. ദൂതന്മാരിലേക്കാളും അല്പം ഒരു താഴ്ച വന്നു. അങ്ങനെ അവൻ താഴ്ന്ന് ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ട് അവനെ ഏൽപ്പിച്ചിരുന്ന പിതാവ് അവനെ ഏൽപ്പിച്ചിരുന്ന ആ ശുശ്രൂഷകളെല്ലാം നിർവഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ അവനെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിവർത്തിച്ചുകൊണ്ട് നമ്മുടെ രക്ഷയും സാധിപ്പിച്ചുകൊണ്ട് അവൻ കൊടുത്തു. കർത്താവ് നമ്മെ രക്ഷിച്ചപ്പോൾ നാം ഒന്ന് ഓർക്കേണ്ട പ്രത്യേക കാര്യമുണ്ട്. കൂടുതൽ ഞാൻ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. കർത്താവ് നമ്മെ രക്ഷിച്ചപ്പോൾ വെറുതെ നമ്മെ രക്ഷിക്കുക മാത്രമല്ല, തുടർമാനമായ നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ ശക്തിയും നമ്മിൽ നൽകിയിട്ടുണ്ട്. പലപ്പോഴും നാം അത് മറന്നു പോകുക. നാം പലപ്പോഴും ചിന്തിക്കും, പറ്റുമോ? ഇതെല്ലാം കർത്താവിന് അറിയാമോ? അല്ല, അങ്ങനെയല്ല. കർത്താവിന് ഇതെല്ലാം അറിയാം. കർത്താവിന് ഇതെല്ലാം അറിയാം. അവൻ നമുക്ക് വേണ്ടി കരഞ്ഞവനാണെങ്കിൽ അവൻ നമ്മെ കരുതുന്നതും കൂടിയാണ്. ദൂതന്മാരെക്കാൾ അല്പം ഒരു താഴ്ചയുണ്ട്. അടുത്തതായിട്ട് നാം ചിന്തിച്ചത് എബ്രായ ലേഖനത്തിന്റെ
മത്തായി സുവിശേഷത്തിന്റെ 26-ാം അധ്യായത്തിന്റെ 36 മുതലുള്ള വാക്യങ്ങൾ, അവിടേക്ക് നമുക്ക് പതുക്കെ പോവാം. അനന്തരം യേശു അവരുമായി ഗെത്സമന എന്ന തോട്ടത്തിൽ വന്ന് ശിഷ്യന്മാരോട്, ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു വരുവോളം ഇവിടെ ഇരിപ്പിൻ എന്ന് പറഞ്ഞു. പത്രോസിനെയും സെബദി പുത്രന്മാർ ഇരുവരെയും കൂട്ടിക്കൊണ്ടു ചെന്ന് ദുഃഖിച്ചും വ്യാകുലപ്പെട്ടും തുടങ്ങി. എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു. ഇവിടെ താമസിച്ച് എന്നോട് കൂടെ ഉണർന്നിരിപ്പിൻ എന്ന് അവരോട് പറഞ്ഞു. മതി. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന്, അവൻ ആ തോട്ടത്തിലേക്ക് പോയത് ശിഷ്യന്മാരോട് കൂടെയാണ്. അതിനുശേഷം തനിക്ക് വളരെ വേണ്ടപ്പെട്ട പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് അവൻ അല്പം കൂടെ മുമ്പോട്ട് പോയി. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, എവിടേക്കാണ് പോകുന്നതെന്ന് കർത്താവിന് അറിയാം. അവൻ യെരൂശലേമിലേക്ക് പോകുമ്പോൾ അവിടെ പോയി എന്ത് സംഭവിക്കും എന്നുള്ളതും കർത്താവിന് അറിയാമായിരുന്നു. ഈ തോട്ടത്തിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരോടൊത്ത് അവിടെ പോകുമ്പോഴെല്ലാം അവന്റെ മനസ്സിൽ കൃത്യമായ ചിത്രമുണ്ട്. വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ, തനിക്ക് എന്ത് സംഭവിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിയ കർത്താവ്. നാം ഒരു അപകടം അല്ലെങ്കിൽ ഒരു വലിയൊരു ആപത്ത് നമ്മുടെ മുമ്പിൽ കണ്ടാൽ മാനുഷികമായി നമ്മുടെ മുമ്പിൽ നമുക്കെന്താ തോന്നുക? തിരിഞ്ഞോടാനല്ലേ? അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനാണ് നാം ചിന്തിക്കുന്നത്. കർത്താവോട് എന്താണ് ചെയ്യുന്നത്? ഇസ് ഗോയിങ് എ ലിറ്റിൽ ഫാർ. അവൻ അല്പം കൂടെ മുമ്പോട്ട് പോകും. നിങ്ങൾ ഇവിടെ ഇരിക്കും, പ്രാർത്ഥിക്കും, ഞാൻ അല്പം കൂടെ മുമ്പോട്ട് പോവുകയും. പുത്രൻ ആ പോയ ദൂരം, പിതാവിന്റെ അടുത്തേക്ക് പോയ ദൂരം, പിതാവിനും പുത്രനും മാത്രം അറിയാവുന്ന ദൂരം. പ്രിയമുള്ളവരെ, എന്നെയും നിങ്ങളെ ഓർത്തപ്പോൾ ആ ദൂരം കൂടെ താണ്ടുവാൻ കർത്താവിന് മനസ്സാക്കി. അവൻ അല്പം മുമ്പോട്ട് പോയി. എന്നെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സ്നേഹിക്കുന്നു, എന്നെ അറിഞ്ഞവൻ പിതാവിനെ അറിയുന്നു. നാം പലപ്പോഴും ഈ അല്പദൂരം മുമ്പോട്ട് പോകുവാൻ മടിക്കുന്നത് നാം പിതാവിനെ അറിയാത്തതുകൊണ്ടാണ്. നാം പിതാവിനെ അറിഞ്ഞെങ്കിൽ പിതാവിന്റെ അടുത്തേക്കാണ് നീങ്ങുന്നതെന്ന് മനസ്സിലാക്കിയാൽ തീർച്ചയായും ഒരല്പം കൂടെ മുമ്പോട്ട് പോകുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളിൽ, പ്രതിബന്ധങ്ങളിൽ ചിലപ്പോൾ നാം പകച്ചു നിൽക്കാവുന്ന ചുറ്റുപാടുകളായിരിക്കാം. എന്നാൽ കർത്താവ് എന്താണ് ചെയ്തത്? അവൻ ഒരല്പം കൂടെ മുമ്പോട്ട് പോയി. നാം അത് വായിച്ചാൽ നമുക്കറിയാം, പിതാവേ കഴിയുമെങ്കിൽ. അപ്പൊ ഈ പാറ മാത്രമാണ് അവന്റെ മുമ്പിലുള്ളതെന്ന് വളരെ വ്യക്തമായി അറിഞ്ഞ കർത്താവാണ്. പക്ഷേ എന്നെയും നിങ്ങളെയും ഓർത്തപ്പോൾ അവനൊരല്പം കൂടെ മുമ്പോട്ട് പോകാൻ തയ്യാറായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഏതെല്ലാം മേഖലകളിലാണ് ഇന്ന് കർത്താവിനെ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ മടിക്കുന്നത്? ഏതെല്ലാം മേഖലകളിൽ? നമ്മിൽ പലരിലും വ്യത്യസ്തമായ മേഖലകളിലായിരിക്കാം. നമ്മുടെ ജീവിത പങ്കാളിയോടുള്ള ബന്ധത്തിലായിരിക്കാം, നമ്മുടെ മാതാപിതാക്കന്മാരോടുള്ള ബന്ധത്തിലും, നമ്മുടെ മക്കളോടുള്ള ബന്ധത്തിലോ, നമ്മുടെ സഹപ്രവർത്തകരോടുള്ള ബന്ധത്തിലോ ഒക്കെ ആയിരിക്കാം നാം പക്ഷേ അല്പം കൂടെ മുമ്പോട്ട് പോകേണ്ടിയിരിക്കുന്നു. അപകടം മുന്നിൽ കാണാം, എന്നാൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നോ, നാം പിതാവിന്റെ അടുക്കിലേക്കാണ് പോകുന്നതെന്ന് അറിഞ്ഞുകൊണ്ടാണ് കർത്താവ് പോയത്. ആ ചിന്ത നമ്മിലുണ്ടായാൽ, നമ്മോട് കൂടെ കർത്താവ് ഉണ്ടെന്നുള്ള ധൈര്യത്തോടു കൂടെയാണെങ്കിൽ നാം ഈ രംഗങ്ങളിലെല്ലാം മുമ്പോട്ട് പോകുവാൻ, ഒരല്പം കൂടെ മുമ്പോട്ട് പോകുവാൻ നമുക്ക് ധൈര്യമുണ്ടാകണം. ഈ കാലഘട്ടങ്ങളിൽ കൂടുതലായി നാം പലപ്പോഴും
മടിച്ചു നിൽക്കുന്ന അവസരങ്ങൾ ഉണ്ടാകും. പ്രശ്നങ്ങൾ കാണുമ്പോൾ തിരിഞ്ഞോടുന്നവരാണ് നാം വരുന്നത്. കാരണം നാം സ്നേഹിക്കുന്ന കർത്താവിനെ നാം പൂർണ്ണമായി മനസ്സിലാക്കിയിട്ടില്ല. നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവാണ്. ആ കർത്താവിനെയാണ് നാം പിന്തുടരുന്നത്. അത് പുറത്ത് പറയുന്നുണ്ടെങ്കിലും അത് ആ നിലയിൽ മനസ്സിലാക്കിക്കൊണ്ട് അവനെ പിൻചെറ്റിക്കൊണ്ട് ഒരല്പം മുമ്പോട്ട് പോകുവാൻ എ ലിറ്റിൽ ഫാർദർ വരും ദിവസങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ കൂടുതലായി അവനെ സ്നേഹിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് നമുക്ക് 1 യോഹന്നാൻ അവിടെ നമുക്കൊരു വാക്യമുണ്ട്. 1 യോഹന്നാൻ 2 നോക്കട്ടെ. 1 യോഹന്നാൻ 2:3 വായിച്ചു. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന് അതിനാൽ അറിയാം. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം വർത്തമാനകാലത്തിന്റെ പദമാണ്. അവന്റെ കൽപ്പനകളെ നാം അനുസരിക്കുന്നുവെങ്കിൽ, പണ്ട് നാം അനുസരിച്ചിട്ടാണ് കർത്താവിന്റെ കൂടെ കൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. നാം രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭകാലങ്ങളിൽ അവിടെ തീർച്ചയായും നാം കർത്താവിനെ അറിഞ്ഞവരാണ്, അനുസരിച്ചവരാണ്. എന്നാൽ അതല്ല അവിടെ പറയുന്ന വാക്യം. നാം വാക്യം ഒന്നുകൂടെ നിർത്തി വായിച്ചു നോക്കിയവനെ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു എന്ന്. അപ്പൊ അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുവെങ്കിലല്ല, ഡേ ബൈ ഡേ അവന്റെ കൽപ്പനകളെ അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ, ഇത് നമ്മൾ രക്ഷിക്കപ്പെട്ട ഉടനെ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുമ്പോൾ മാത്രമുള്ള ചിന്തയല്ല. അപ്പോൾ നാം കൽപ്പന പ്രമാണിച്ചാൽ പോരാ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും ഏർപ്പെടുമ്പോൾ അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നുവെങ്കിൽ, പ്രമാണിക്കുന്നുവെങ്കിൽ, എങ്കിലാണ് എന്താ നാം അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു. നാം അവനെ അറിഞ്ഞിരിക്കുന്നത് വളരെ പരസ്യമായിട്ട് നാം പലയിടത്തും പറയുന്നവരാണ്. എന്നാൽ നാം അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നു. നാം അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നുവെങ്കിൽ, പണ്ടൊരിക്കൽ നമ്മൾ അനുസരിച്ചിട്ട് അവന്റെ കൽപ്പന അനുസരിച്ച് നാം സ്നാനപ്പെട്ടു, സഭകളോട് ചേർന്നു, അതെല്ലാം ഉണ്ട്, റെഡി. എന്നാ ഞായറാഴ്ച രാവിലെ ഞാൻ ഈ പള്ളി ഈ സഭയിലോട്ട് കടന്നു വരുമ്പോൾ കൽപ്പനകളെ അനുസരിക്കും. എങ്ങനെയാണ് തിങ്കൾ ടു ശനി? അപ്പോ സൗകര്യം പോലെ. അതല്ല ഇവിടെ പറയുന്നത്. നാം അവന്റെ കൽപ്പനകളെ അനുസരിക്കുന്നുവെങ്കിൽ നാം അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞു. നാം അവനെ അറിഞ്ഞിരിക്കുന്നുവെന്ന് ലോകം അറിയണമെങ്കിൽ നാം അവന്റെ കൽപ്പനകളെ അനുസരിക്കും. അവന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അവൻ ആരെന്ന് മനസ്സിലാക്കിയാൽ എന്റെ മുഖം മൃദുവും അത് മൃദുവായ മുഖമാണെന്നുള്ളത് നാം അറിഞ്ഞാൽ അത് ഏൽക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല. പലപ്പോഴും നാം പിൻപറ്റുന്ന കർത്താവ് അവൻ ആരെന്നും പരിപൂർണമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നാം പലപ്പോഴും വഴിയിൽ പതറിപ്പോകുന്നത്. പ്രിയമുള്ളവരെ, നമുക്കവനെ അനുസരിക്കണം. ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ മറ്റ് തുറകളിൽ നാം ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, നമ്മുടെ കൂട്ടുകാരുമായുള്ള ഇടപെടലുകൾ, നാം എവിടെയെങ്കിലുമൊക്കെ കാത്തിരിക്കുമ്പോഴെല്ലാം നാം ദൈവ മക്കളാണെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിപ്പാൻ, അവനെ സ്നേഹിച്ചുകൊണ്ട് ജീവിപ്പാൻ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കും. അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോവുക, ഒരല്പം കൂടി മുമ്പോട്ട് പോവുക. ഒടുവിലായി നമുക്ക് വായിച്ച ഭാഗം എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 35 മുതലുള്ള വാക്യം. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവദർശനം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല.
ഇനിയും അല്പകാലം. നാം ആദ്യം കണ്ടു ലിറ്റിൽ ലോവർ ദാൻ ഏഞ്ചൽസ്, ദൂതന്മാരെക്കാൾ അല്പം താഴ്ച. അതിനുശേഷം കണ്ടത് അല്പം മുമ്പോട്ട് പോയത്, yet a little further, അല്പം മുമ്പോട്ട്. ഇതാ ഏറ്റവും അല്പം. ഇവിടെ അവൻ പറയുന്നതാണ് ഇനിയും അല്പകാലം, എത്രയും അല്പകാലം കഴിഞ്ഞു. ഇനിയും എത്രയും yet a little further, yet a little while he will come. ഓരോ രക്ഷിക്കപ്പെട്ട ദൈവവേദന്റെയും അത്യന്തമായ ആഗ്രഹം എന്താണ്? ഈ ഭൂമിയിൽ ഓരോ ദിവസവും നാം കേൾക്കുന്ന വാർത്തകൾ, നമ്മെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളല്ലേ കേൾക്കുന്നത്. അപ്പോഴെല്ലാം നാം ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ്. നാം അതിനുവേണ്ടി ഒരുങ്ങുന്നുണ്ടോ എന്നുള്ളത് വേറെ കാര്യം. പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത് യേശുക്രിസ്തു, കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരണം. അത്രമാത്രം ക്ലേശഭൂയിഷ്ടമായി തീർന്നിരിക്കുകയാണ് ലോകത്തിന്റെ ജീവിതം. അപ്പോഴെല്ലാം നാം ആഗ്രഹിക്കുന്നത് കർത്താവെ വരണമെന്നുള്ളതാണ്. എല്ലാ ദൈവത്തിന്റെയും ആഗ്രഹം തന്നെ, കർത്താവിന്റെ ആഗ്രഹം തന്നെയാണ്. കർത്താവിന്റെ ആഗ്രഹം എന്താ? എത്രയും വേഗം വന്ന് നമ്മെ ചേർത്ത് കൊള്ളണം. യോഹന്നാന്റെ വിശേഷം 14-ാം അധ്യായത്തില് കർത്താവിന്റെ ശിഷ്യന്മാരോടായി ഏറ്റവും പറഞ്ഞെന്താണ്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ പോകുന്നുവെങ്കിലും ഞാൻ വേഗം വരും. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. അതൊന്ന് ശരിയാക്കിയാൽ ഐ വിൽ കം ബാക്ക്. ഞാൻ പെട്ടെന്ന് വരും, നിങ്ങളെ ചേർത്ത് കൊള്ളും. അപ്പൊ നമ്മെ വന്ന് ചേർക്കണം എന്നുള്ളതാണ് കർത്താവിന്റെ ആഗ്രഹം. എന്നാൽ പലപ്പോഴും അതിന് താമസിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. എന്നാൽ വാസ്തവത്തിൽ താമസമാണോ? എന്താണ് ഈ താമസത്തിന്റെ കാരണം? നാം ഈ താമസിക്കുന്തോറും ഇവിടെ വായിച്ച ഒരു വാക്യം നാം ശ്രദ്ധിക്കുക. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. നമ്മൾ പലപ്പോഴും ഈ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ധൈര്യം ചോർന്നു പോകുക. ആദ്യ സമയത്തൊക്കെ നമുക്ക് വലിയ ധൈര്യമായിരിക്കും. പിന്നെ 1 വർഷം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞു, വർഷങ്ങളായി. പക്ഷേ അവിടെ ഈ എബ്രായ ലേഖനകർത്താവ് പറയുന്നത് എന്താ? മഹാപ്രതിഫലമുള്ള നിങ്ങൾ ധൈര്യം തള്ളിക്കളയരുത്. ഇതിന് വലിയ പ്രതിഫലമുള്ളതാണ്. രാത്രി ധൈര്യം ക്ഷയിച്ചു പോകാവുന്ന ചുറ്റുപാടുകളാണ്. നമ്മിൽ പലർക്കും എന്റെ കാര്യമാണ്, പലർക്കും പ്രായമായി വരുന്നത്. പ്രായമായി വരുമ്പോൾ ജീവിത സായാഹ്നം എന്നാണ് നാം പറയുന്നത്. ജീവിതത്തിന്റെ രാത്രിയുടെ അനുഭവം. രാത്രിയിലാണല്ലോ ഭയം. നാം ഒരു യാത്ര, വീട്ടിൽ നിന്ന് യാത്രയായി പോയെന്ന് വിചാരിക്കുക. എത്രയും വേഗം ഇരുട്ടാവുന്നതിന് മുമ്പേ നമ്മുടെ ഭവനത്തിൽ വരണമെന്നുള്ള കാരണം എന്താ? രാത്രി നമ്മളെ ഭയപ്പെടുത്തുന്നതാണ്. ജീവിതയാത്രയുടെയും രാത്രി എന്ന അനുഭവം നമ്മുടെ പ്രായത്തിന്റെ അല്ലെങ്കിൽ പ്രായാധിക്യത്തിലേക്ക് വരുന്നതോറും നമ്മെ പിടികൂടാം. അല്ലാത്തപ്പോഴും ഭയം മനുഷ്യചകിതം സഹജമാണ്. വേദപുസ്തകത്തിന്റെ ഉടനീളം നാം നോക്കിയാൽ മഹാരഥന്മാരായ പലരോടും പുസ്തകം പറയുന്നുണ്ട്, ഭയപ്പെടരുത്. നാം നോക്കിയാൽ അവർക്ക് വലിയ 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 മിടുക്കന്മാരും ധീരന്മാരുമായിരുന്നു. യോശുവയോട് പറഞ്ഞിട്ടുണ്ട്, ദാവീദിനോട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പലരോടും പറഞ്ഞിട്ടുണ്ട് ഭയപ്പെടരുത്, ധൈര്യമായിരിക്കുക. എന്താ അവർക്ക് ഭയം? അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ കൂടെ അവരെ കടത്തിവിടുമ്പോൾ നാമും അവരെക്കാളെല്ലാം കൂടുതൽ മിടുക്കന്മാരൊന്നുമല്ല. നമുക്കും അതുപോലെ ഭയം വരാം. എന്നാൽ ഇബ്രാഹിം ലേഖനകർത്താവ് പറയുന്നത് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ഇനിയും അല്പകാലം കഴിഞ്ഞ് വരുവാനുള്ളത്. ഈ നമ്മുടെ 5 മിനിറ്റ് എന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങളോട് 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്കത് വലിയ പ്രയാസമാണ്.
ഞാനിപ്പോ നിങ്ങളോട് സമയം ആയി വരുന്നു, ഒരു 5 മിനിറ്റോടെ കൂടുതലെടുക്കുന്നത് നിങ്ങൾക്കൊന്നും വലിയ പ്രശ്നം കാണത്തില്ല, എനിക്കും അതല്ല. അതുപോലെയല്ല, ചിലപ്പോ 5 മിനിറ്റ്സ് എന്ന് പറഞ്ഞാല് 5 മിനിറ്റ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഐസ്ക്രീം തരാന്ന് പറഞ്ഞാല് കുട്ടികൾ കഴിയില്ലേ ആയില്ലേ, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് കർത്താവിന്റെ വരവിന് വേണ്ടി നാം കാണിച്ചു. എന്നാൽ കർത്താവ് ഈ സമയങ്ങളിലെല്ലാം ചെയ്യുന്നത് എന്താണ്? നമ്മെ അവന്റെ വരവിന് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ ശുദ്ധീകരണമാണ് ഈ കാലയളവിൽ കൂടെയൊക്കെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒന്നോർക്കുക, നാം സമയം ദീർഘിച്ചുപോയി എന്ന് പറഞ്ഞാൽ കർത്താവ് ഈ സമയത്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും കർത്താവ് ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നു. നാം വായിക്കുന്നുണ്ട് റോമാക്കാരുടെ ലേഖനത്തിലെല്ലാം തന്റെ പുത്രന്റെ രൂപത്തോട് അനുരൂപപ്പെട്ടു വരിക. അത് എത്രയോ സമയമെടുക്കുമെന്ന് അറിയത്തില്ല. പലരുടെയും ജീവിതത്തിൽ പല സമയത്താണ് കർത്താവ് ഹീസ് മേക്കിംഗ് ദാറ്റ് മച്ച്, അത് ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് വരും, ഇനിയും അല്പസമയം വരും, ഇനിയും അല്പസമയം. ആ ആകാംക്ഷയോടുകൂടി നാം കാത്തിരിക്കുക. നാം ചില എയർപോർട്ടില് നമ്മുടെ പ്രിയപ്പെട്ടവർ വരുന്നതിന് കാത്ത് എയർപോർട്ടിൽ പോകാറുണ്ടല്ലോ. അപ്പോ ഫ്ലൈറ്റ് വന്ന് നിന്നാല് ആ കവചങ്ങൾ തുറക്കുമ്പോഴേക്കും വന്നോ എന്ന് വെച്ചിട്ട് നാം നോക്കുന്നുണ്ട്. ഫ്രണ്ട് ലൈനിൽ നമുക്ക് സീറ്റ് കിട്ടിയാന്ന് നമുക്ക് സ്ഥലം കിട്ടിയില്ലെങ്കിൽ തന്നെ പുറകെ നിൽക്കുന്നവരാണെങ്കിൽ അവന്റെ ഷോൾഡറിൽ കൂടെ കയറി നോക്കി നമ്മുടെ പ്രിയപ്പെട്ടവരാണോ കടന്നു വരുന്നത്, അത്ര ആകാംക്ഷയോടുകൂടി നോക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ നാം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മുടെ കർത്താവിന് വേണ്ടി എത്രയധികം സമാധാനം, എത്രയധികം ദൃഷ്ടിയോടുകൂടെ നാം അവന് വേണ്ടി കാത്തിരിക്കുന്നു. എബ്രായ കർത്താവ് ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുന്നില്ല, ഒരിക്കലും താമസിക്കുന്നില്ല. ഞാൻ നിങ്ങളെ വേഗം ചേർത്തോളെന്ന് പറഞ്ഞ് മേലോട്ട് പോയി കർത്താവ് അതുപോലെ തിരിച്ചു വരുമെന്നാണ് നാം വായിക്കുന്നത്. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ന്, നിങ്ങളെ വിട്ട് ആകാശത്തേക്ക് കരയിപ്പോയ ഈ കർത്താവ് അവർ പോയ പോലെ തിരികെ നമുക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ പോയ കർത്താവ് ആഫ്റ്റർ എ ലിറ്റിൽ വൈൽ, അതുവരെ നാം നിൽക്കേണ്ടത് ആവശ്യമാണ്. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. ഈ കാലങ്ങളിലൊക്കെയും നമ്മെക്കുറിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവേഷ്ടം ചെയ്ത് സഹിഷ്ണുതയോടുകൂടെ ആയിരിക്കണം എന്നുള്ളതാണ്. ഒരിക്കലും നാം മറക്കരുത്. ദൈവേഷ്ടം ചെയ്ത് ജീവിപ്പാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയങ്ങൾ നാം ധാരാളമായി വിതച്ച് ധാരാളമായി കൊള്ളുക. നമുക്ക് ലഭിക്കുന്ന മുഖാന്തരങ്ങളുണ്ടല്ലോ, ചെറുതല്ല. ഞാൻ അവിടെ വിദേശത്തായിരിക്കുമ്പോൾ ഈ പ്രായമുള്ളവരാണെങ്കിൽ തന്നെ ഞാൻ അവിടെ ചിലപ്പോൾ പ്രസന്റ് മിനിസ്ട്രിക്കൊക്കെ കടന്നു പോകാറുണ്ട്. എത്രയോ അനുഗ്രഹിക്കപ്പെട്ട മിനിസ്ട്രിയാണെന്ന് അറിയാമോ? ഒരു തരത്തിലുള്ള ആത്മീക ചിന്തകൾ, പ്രസംഗങ്ങൾ കേൾക്കാൻ അവസരമില്ലാത്ത ചില തടവുകാർ അവിടുത്തെ ജയിലുകളിലുണ്ട്. ഞങ്ങൾക്ക് അവിടെ ബിനിയൻസിന്റെയൊക്കെ കെയർ ഓഫിൽ അവിടെ പോകാനുള്ള സൗകര്യങ്ങളുമുണ്ട്. ഇപ്പൊ ഞാൻ ആഴ്ചയിൽ ഒരിക്കലും അവിടെ പോകാറുണ്ട്. മുമ്പൊക്കെ 2, 3, 4 പ്രാവശ്യം പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ അതിനുള്ള ആരോഗ്യമില്ല. ധാരാളമായി വിതയ്ക്കുവാൻ നമുക്ക് അവസരം കിട്ടുമ്പോഴല്ല. 2 കൊരിന്ത്യർ 9:6 പറയുന്നത്, ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കുന്നു. അപ്പോസ്തലപ്രവൃത്തി 25:35 ഒന്ന് വായിച്ച്. അപ്പോസ്തലപ്രവൃത്തി Acts 25:35 ഇല്ല, എന്തോ 25 ഒരു മിനിറ്റ് നോക്കട്ടെ. 20:35. ഇങ്ങനെ പ്രയത്നം ചെയ്ത്
പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളുകയും വേണ്ടത് എന്ന് ഞാൻ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണിച്ചിരിക്കുന്നു. ഓക്കെ, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം എന്ന് കർത്താവായ യേശു പറഞ്ഞു. വാങ്ങുന്നതല്ല, കൊടുക്കുന്നതാണ് ഭാഗ്യം. നാം എത്രയും കൂടുതലായി വിതച്ചാൽ അത്രയും കൂടുതലായി നമുക്ക് കൊയ്യാൻ സാധിക്കും. ഇന്ന് ലോകക്കാർ പറയുന്നത് എന്താ? നമുക്ക് ലഭിക്കുന്നതാണ് ഭാഗ്യം എന്നാണ് പറയുന്നത്. ലോട്ടറി അടിക്കുന്നവന് ഭാഗ്യവാനെന്നല്ലേ പറയുന്നത്. അതുകൊണ്ടാണല്ലോ നാം ഈ നാളെ 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 എന്ന് പറയുന്നവർ പിന്നാലെ ഓടി പോകാത്തത്. നമ്മുടെ പുസ്തകം പറയുന്നത് അങ്ങനെ കിട്ടുന്നതല്ല ഭാഗ്യം, കൊടുക്കുന്നതാണ് ഭാഗ്യം. കർത്താവ് പറഞ്ഞിട്ടില്ല എന്താ? വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നതാണ് ഭാഗ്യം. ലോട്ടറി അടിച്ച് കാശ് മേടിക്കുന്നതല്ല ഭാഗ്യം. നമുക്ക് ഉള്ളത് കർത്താവ് നൽകുന്നത് അതുപോലെ കൊടുക്കാൻ സാധിക്കണം. കർത്താവ് നിങ്ങളുടെ കയ്യിൽ വിത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ലോകമായി വിതച്ച് ധാരാളമായി കൊയ്യുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ ദൈവനാമത്തിൽ ജീവിപ്പാനും പ്രവർത്തിപ്പാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ധാരാളം ആത്മീക ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. അതിൽ കൂടെയെല്ലാം നമുക്ക് ധാരാളമായി കൊയ്യുവാൻ കർത്താവിന്റെ വരവിൽ ധാരാളമായ പ്രതിഫലങ്ങൾ പ്രാപിപ്പാനും